വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എല്ലാവർക്കും എൻ്റെ റമദാൻ സീരീസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ചിക്കൻ ബ്രോസ്റ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ചിക്കൻ. ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. ഏത് പീസും നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ചിക്കൻ കഴുകിയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ചിക്കൻ കഴുകിയെടുക്കാം. അപ്പോൾ ചിക്കൻ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ്റെ മുകളിലൊരു ക്ലീൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കനെ അടിക്കാം. അപ്പോൾ നമുക്ക് ഈ ക്ലീൻ ഷീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ ലൈഫിൻ്റെ ഈ തുമ്പ് വെച്ചിട്ട് നമുക്ക് പോക്ക് ചെയ്യാം. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ ബൗളിലോട്ട് ഇടാം. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ഇടുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ നിങ്ങളുടെ എരിവിന് കിട്ടുകയും ചെയ്യും, കൂടുതൽ കുറയുമില്ല, കൂടുതലാവുമില്ല. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അത് കുറച്ചിട്ടാൽ മതി, കൂടിപ്പോയാൽ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്കിനി ഒറിഗാനോ ഇടാം. ഒറിഗാനോ കുറച്ച് അധികം ഇടുന്നത് കുഴപ്പമൊന്നുമില്ല, കാരണം നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒറിഗാനോ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും കുറച്ച് കിട്ടോ, നല്ല ടേസ്റ്റാണ് ലാസ്റ്റ്. ഒറിഗാനോയുടെ കുത്ത് ചുവയോ ഒന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. അടുത്തത് നമുക്കിനി മല്ലിപ്പൊടി ഇടാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ചിക്കനിന് എനിക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ മല്ലിപ്പൊടി. നിങ്ങൾ എത്ര ചിക്കൻ എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ മല്ലിപ്പൊടി ഇടാൻ. അടുത്തത് നമുക്കിനി ക്രഷ്ഡ് പെപ്പർ ഇടാം. സ്ക്വീസ് ഓഫ് ലെമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് വേണം നിങ്ങളിടാൻ. കാരണം വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ലെമൺ ഇടണം തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലെമൺ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിറയുണ്ടെങ്കിലും പക്ഷെ എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഉപ്പിടുന്നില്ല, വേറൊരു ഉപ്പിടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇടുന്നത്. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിനീഗർ ഇട്ടിട്ട് അങ്ങ് നല്ലോണം മിക്സ് ആക്കാം. ഇനി നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിനി 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഇനി 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കതിലോട്ട് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് മിക്സ് ആക്കണം. പിന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം, മിക്സ് ആക്കണം. അങ്ങനെ വേണം ഇനി നമ്മുടെ പാറ്റേൺ പോവാൻ. 30 മിനിറ്റ്സ് ഓർ 30 മിനിറ്റ്സ് കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ 30 മിനിറ്റ്സിനെക്കാട്ടും കുറയത്. 30 മിനിറ്റ്സിനെക്കാട്ടും കുറഞ്ഞാൽ നല്ലോണം പിടിച്ചിരിക്കില്ല. നല്ല മസാല പിടിക്കണ്ടേ നമുക്ക് ചിക്കനിലോട്ട്, അപ്പോൾ അത് പിടിച്ചിരിക്കില്ല. ഇത് നോമ്പ് തുറക്കാനൊക്കെ നല്ലതാണ്. ഇനി നല്ലോണം അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ഡിന്നറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ റമദാൻ സീരീസ് ഫോളോ ആക്കാൻ ആരും മറക്കരുത്. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് കാണിക്കാൻ മറന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് നമ്മളുടെ ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, പിന്നെ ഒറിഗാനോ,
പിന്നെ ക്രഷ്ഡ് ചില്ലി അല്ല കേട്ടോ, ക്രഷ്ഡ് പെപ്പർ, മുളക് പൊടി, 1 കപ്പ് ഫ്ലവർ, പിന്നെ ഒരു ഹാഫ് കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ നേരത്തെ കാണിച്ചില്ലേ ഒരു ചിക്കൻ്റെ മസാല പോലത്തത്, അത് നമുക്കൊന്ന് ഈ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് ചിക്കൻ ഈ ബാറ്ററിലോട്ട് ഇടുമ്പോൾ, ഡ്രൈ ബാറ്ററിലോട്ട് ഇടുമ്പോൾ. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ചിക്കനെ എടുത്തിട്ട് നമ്മളുണ്ടാക്കിയ ഡ്രൈ ബാറ്ററിലോട്ട് ഇട്ട് കോട്ടാക്കാനാണ്. ഒരു സ്ഥലവും നമ്മൾ വിടാൻ പാടില്ല, എല്ലായിടത്തും നല്ലോണം ആക്കണം. നമ്മൾ ആക്കി കഴിയുമ്പോൾ ഒന്ന് കുടഞ്ഞിട്ട് വേണം നമ്മൾ പൊരിക്കാനിടാൻ, അല്ലെങ്കിൽ ചിക്കന്മ കൂടുതൽ ഇതുണ്ടാവും, അതായത് നമ്മുടെ ഈ ഡ്രൈ ബാറ്റർ ഉണ്ടാവും. അപ്പം അത്ര ടേസ്റ്റും തോന്നില്ല, പിന്നെ ചില സമയത്ത് കുറവുമായിരിക്കും, ചില സ്ഥലത്തൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുടഞ്ഞ ശേഷം ഞാൻ കുടഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് സ്ഥലത്ത് പിടിച്ചിട്ടില്ലെന്ന്, അപ്പം ഞാൻ ഒന്നും കൂടി ഇട്ടിട്ട് കുടഞ്ഞു. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. حياتنا بالإيمان يا من بجمالك علمت الإحسان يا من ദേ രണ്ടാമത്തതും പൊരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതൽ ലാഗ് ആക്കുന്നില്ല, അതുകൊണ്ടാണ് ഇനി ബാക്കിയുള്ളത് ഞാൻ പൊരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സോസും ഉണ്ടാക്കിയിട്ടുണ്ട്, വെറും സിമ്പിൾ സോസ്, മയോണൈസ് സ്പൈസി സോസ് പ്ലസ് കെച്ചപ്പ്. ഇതാണ് നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞപ്പോൾ സോസ്. നല്ല ടേസ്റ്റാണ്, രണ്ടും കൂടി ഒരു നല്ല കോമ്പിനേഷനാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ആക്കാം.